സംസ്ഥാനത്ത് 7 പ്രാണനെടുത്ത് പെരുമഴ. പിന്നെ സ്ലാവിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുകയായിരുന്നു ആ പയ്യനെ. 75 ലക്ഷം രൂപയുടെ സ്റ്റോക്കുണ്ട്. 2018 കഷ്ടമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. 3:30 കഴിഞ്ഞപ്പോൾ വെള്ളം കയറി. ഒറ്റയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അരക്കുവേല വെള്ളം. ദുരിതപ്പെയ്ത്തിൽ മുങ്ങി കോട്ടയം. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ മല കുത്തിയൊലിച്ചിറങ്ങി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന അമ്മയും മകനും മരിച്ചു. വീട് പൂർണ്ണമായും ഉരുളെടുത്തു. തീക്കോയിക്കടുത്ത് 30 ഏക്കറിലും ഉരുൾപൊട്ടി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പാലാ ടൗണും വെള്ളത്തിനടിയിലാണ്. ഇന്നലെ രാത്രി മുതൽ കോട്ടയത്തെ മലയോര മേഖലയിൽ ദുരിതപ്പെയ്ത്താണ്. പുലർച്ചെ 3 മണിയോടെ പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടി. റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ കുന്നിന്റെ ഒരു ഭാഗം പൂർണ്ണമായും താഴേക്ക് പൊട്ടിയൊഴുകി. അത്താഴം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങിയ മണപ്പാട്ട് വീട്ടിൽ റജീനയുടെയും മകൻ ജോസഫിന്റെയും ജീവനാണ് പുലർച്ചെ ഉരുൾ കവർന്നത്. ഇരച്ചെത്തിയ വെള്ളം റജീനയും മകനും താമസിച്ചിരുന്ന വീട് മുഴുവനായും തൂത്തെറിഞ്ഞു. റജീനയും ജോസഫിനും മാത്രമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വെള്ളം ശക്തമായി ഒഴുകിയെത്തിയപ്പോഴും കാലിന് പരിക്കേറ്റ് കിടപ്പിലായിരുന്ന ജോസഫിന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. 100 മീറ്ററോളം താഴേക്ക് മാറിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മറ്റൊരു വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയതിനാൽ റജീനയുടെ ഭർത്താവ് ജോണിയും മകളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടുത്തെ അച്ഛൻ്റെ പേര് ജോണി, മരിച്ച ഭാര്യയുടെ പേര് റജീന. സാധാരണ 4 പേര് കണ്ടതാണ്. ഇന്നലെ അവരെ ഓരോ കാരണത്താൽ മാറിയതാ. സംഭവം നടന്ന സമയത്ത് 2 പേരായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, അതായത് അമ്മയും അവിടുത്തെ മകനും. അപ്പം അച്ഛന് ഇവിടെ താഴെ ഒരു വീട്ടിൽ ഒരു ചേട്ടന് കൂട്ടുകിടക്കാനായിട്ട് പോയതായിരുന്നു. ആ ചേട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂട്ടുകിടക്കാൻ പോയെന്നാണ് പറഞ്ഞു. ഇവർക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൾ കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഇളയ മകള് ആ മൂത്ത മകളുടെ വീട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. കോട്ടയം തീക്കോയി 30 ഏക്കറിലും ഉരുൾപൊട്ടി വീടുകൾ തകർന്നു. കാറും ബൈക്കുകളും അടക്കമുള്ള വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട പ്രദേശവാസികൾ വീണ്ടും ഉരുൾപൊട്ടുമോ എന്ന ആശങ്കയിലാണ്. 8 മണി തുടങ്ങി മഴയായിരുന്നു. അതാണ്ട് 2:30 ആയപ്പോഴാണ് തീക്കോയായിട്ട് കൂടെ കൂടുതൽ വെള്ളം വരുന്നത്. ഇവിടെ അതിന് മുൻപേ പൊട്ടി. ഈ വെള്ളമാണ് അങ്ങോട്ട് 1:30 ഇവിടെ പൊട്ടിക്കാണും. ഈ 3 വീടുകൾ പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ പോയി. 6-7 വണ്ടി, 7 ബൈക്കും 1 കാറും 2 ആപ്പയും. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിലും കൊക്കയാർ പഞ്ചായത്തിലും ഉരുൾപൊട്ടി. പലയിടങ്ങളിലും റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. നിർത്താതെ പെയ്യുന്ന മഴയിൽ പാലാ ടൗണും വെള്ളത്തിൽ മുങ്ങി. വീടുകളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മുത്തോലി വന്നപ്പോഴത്തേനും ഓട്ടോയൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. അവരെല്ലാം പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, ചേട്ടായി ഇവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബ്രില്ലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനെ കുറച്ച് ചേട്ടന്മാർ വന്നു. ചേട്ടായി കൂടെ വന്ന് അവിടെ എത്തിയപ്പോഴത്തേനും അങ്ങ് ഒഴുക്ക് ഭയങ്കരമായിട്ട് കൂടി. കനത്ത മഴയിൽ കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കയവും ഈരാറ്റുപേട്ടയും വെള്ളത്തിലായി. 100 കണക്കിന് കടകളിൽ വെള്ളം കയറി. എരുമേലി കൊരട്ടിയിൽ ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 3 ലെവലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വീടൊലിച്ചുപോയി. ജില്ലയിൽ ഫയർഫോഴ്സ് വാഹനങ്ങളടക്കം വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വാകത്താനം ചക്കൻചിറയിൽ വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരൻ മരിച്ചു. കാട്ടാമ്പാക്കിൽ ഷിജുവിന്റെ മകൻ മിലൻ കെ ഷിജുവാണ് മരിച്ചത്. വീടിന് സമീപം ജൽജീവൻ മിഷന്റെ വാട്ടർ ടാങ്കിന് വേണ്ടിയെടുത്ത കുഴിയിൽ വീണായിരുന്നു അപകടം. പ്രധാന ആറുകളുടെ സമീപത്ത് താമസിക്കുന്ന എല്ലാവർക്കും ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ വിവിധയിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.